ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇന്നലെ പാകിസ്ഥാനിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്നിരിക്കുന്നത് ഒന്ന് ഒസാമ ബിൻ ലാദൻ നിർമ്മിച്ച ഒരു ഭീകരത്താവളമാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ട് കൊണ്ട് അദ്ദേഹത്തിന് തുടക്കങ്ങളിൽ അദ്ദേഹമായിരുന്നു ആ ഭീകരവാദിയായിരുന്നു ഫണ്ട് നൽകിയത് തന്നെ. അതിനെ തന്നെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിനടുത്തുള്ള മുരിദ്കെ എന്ന് പറയുന്ന പട്ടണത്തിലുള്ള ഒരു മുരിദ്കെ മർക്കസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ സ്ഥാപനമാണ് 82 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാപനമാണ് തകർത്തിരിക്കുന്നത് ഇന്ത്യൻ ഈ മിസൈൽ ആക്രമണത്തിൽ. എന്തായാലും അത് സ്ഥാപിച്ചത് 2000-ൽ ഒസാമ ബിൻ ലാദനാണ്. നമുക്കറിയാം ഒസാമ ബിൻ ലാദൻ ആരായിരുന്നു എന്ന് നമ്മൾ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട. ഒസാമ ബിൻ ലാദൻ അന്ന് 10 ലക്ഷം രൂപ സംഭാവന നൽകിയാണ് ആ സ്ഥാപനം അവിടെ കൊണ്ടുവന്നത്, അത് നിർമ്മിച്ചത്. അവിടെ വലിയ തോതിൽ ആൾക്കാർക്ക് പരിശീലനം നൽകിയിരുന്നു. അവിടെ ബ്രെയിൻ വാഷിംഗ് മാത്രമല്ല, മതം പഠിപ്പിക്കൽ മാത്രമല്ല, വെറും മദ്രസ പഠനം മാത്രമല്ല, മറിച്ച് ഈ കൃത്യമായിട്ട് ഒരു ആളിനെ ഭീകരവാദിയായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടുന്ന പഠനം അവിടെ നൽകിയിരുന്നു. അത് സുഫ അക്കാഡമി എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. സ്ത്രീകൾക്കും അതുപോലെ ഒരു പ്രത്യേക വിഭാഗം അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിഭാഗങ്ങൾ പ്രത്യേകമാണ്. അവരെ തമ്മിൽ കൂട്ടിക്കലർത്തിയിരുന്നില്ല. അത്തരത്തിൽ സ്ത്രീ ചാവേറുകളെയും സ്ത്രീ ഭീകരരെയും ഒക്കെ വനിതാ ഭീകരരെയും ഒക്കെ വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് അത്. ശരിക്കും അത് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് ഭീകരതയുടെ നഴ്സറി എന്നായിരുന്നെങ്കിൽ ഇന്നത് അറിയപ്പെടുന്നത് ഭീകരതയുടെ സർവകലാശാല എന്നാണ്. ഒരു കാലത്ത് അത് ടെറർ നഴ്സറി ആയിട്ട് ആണത് തുടങ്ങിയതെങ്കിൽ ഇന്നത് ടെറർ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ലോകമെങ്ങുമുള്ള ഈ വിവിധ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ഇന്ത്യ ഏറെ കാലമായിട്ട് ഇവരെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ഇവരുടെ ചലനങ്ങൾ അതിസൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് നമ്മുടെ ഈ 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകരായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും ഇവിടെ വന്നിരുന്നു. നിരവധി തവണ അവരിവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ വച്ചാണ് അവർ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. ഇത് ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ഇത് മസൂദ് അസറിൻ്റെയും ഹാഫിസ് സെയ്ദിൻ്റെയും വലിയ സ്വാധീനമുള്ള, അവരും പലപ്പോഴും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അവരുടെ അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിന് അജ്മൽ കസബ് അടക്കമുള്ള 10 പാക് ഭീകരന്മാർക്ക് വളരെ കൃത്യമായ പരിശീലനം നൽകിയത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലത്തും ഇന്ത്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങളുടെ അല്ലെങ്കിൽ ഏജൻസികളുടെ ഒരു ടാർഗറ്റായിരുന്നു. ആ ടാർഗറ്റാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ നശിപ്പിച്ചിരിക്കുന്നത്. ഈ മുരിദ്കെ മർക്കസ് എന്ന് പറയുന്ന ആ സ്ഥാപനം സമ്പൂർണ്ണമായിട്ടും മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് കളയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് കൃത്യമായ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഇൻപുട്ടാണ്, വിവരങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് മിസൈൽ തൊടുക്കുന്നതിൽ നമുക്കൊരു പിഴവും സംഭവിച്ചില്ല. വളരെ കൃത്യമായിട്ട് അത് ചെയ്തു. അതുപോലെ തന്നെ ഈ പല മുസാഫറാബാദിലാകട്ടെ ബഹാവൽപൂരിലാകട്ടെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഉള്ളത് കൂടാതെ ഈ ഇതൊക്കെ പാകിസ്ഥാൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്ത് വരുന്ന കേന്ദ്രങ്ങളാണ്, പരിശീലന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. അവിടെ പോലും കയറി അടിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നേട്ടം. എന്തായാലും അവിടെ പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങളാണ് മൊത്തത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 5 കേന്ദ്രങ്ങൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. അത് നിയന്ത്രണ രേഖയോട് വളരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഉൾപ്പെടെ, ഒരു പരിശീലന കേന്ദ്രം ഉൾപ്പെടെ നശിപ്പിക്കാൻ സാധിച്ചു. പൊതുവേ ഇവരിതിൻ്റെ രജിസ്ട്രേഷനും മറ്റുമൊക്കെ നേടുന്നത് മദ്രസ എന്നുള്ള നിലയ്ക്കാണ്. കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം, മതം പഠിക്കാൻ വേണ്ടുന്ന സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാണ് ഇവരിത് ആരംഭിക്കുന്നത്. പക്ഷേ വളരെ പതുക്കെ, പിന്നെ പാകിസ്ഥാനിലെ വളരെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇത്തരക്കാർക്ക് തഴച്ചു വളരാൻ വേണ്ടുന്ന വെള്ളവും വളവും സൈന്യം കൊടുക്കും, അതിനുള്ള ഫണ്ട് ചെയ്യും, ഒക്കെ ചെയ്യും. അതുകൊണ്ട് അവർക്ക് മറ്റാരെയും ഭയക്കേണ്ടതില്ല. അവർ ഭയക്കേണ്ടത് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ മാത്രമാണ്.
പക്ഷേ ഈ രാജ്യത്തിനുള്ളിലേക്ക് കയറി ഇങ്ങനൊരു അടി കൊടുക്കും, ഇന്ത്യ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യും എന്ന് അവരൊട്ടും തന്നെ ധരിച്ചിരുന്നില്ല. അവർ ശ്രദ്ധിച്ചിരുന്നത് മുഴുവനും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളിലായിരിക്കും ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക എന്നാണ് അവർ കരുതിയിരുന്നത്. ഇതുപോലെ പാകിസ്ഥാനുള്ളിലേക്ക് വന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനുള്ളിലെ മതഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകും എന്ന് അവരല്പം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ലോകത്ത് എവിടെ ഭീകരവാദ ക്യാമ്പുകൾ ഉണ്ടെങ്കിലും അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ അവിടെ ആക്രമിക്കുന്നതെല്ലാം നാം പലതവണ കണ്ടിട്ടുണ്ട്. ഈ അമേരിക്ക ബില്ലാദിനെ പിടിക്കാനായി ഒരു തവണ മാത്രമായിരിക്കും പാകിസ്ഥാനുള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അതിനുശേഷം നാം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭീകരവാദികൾ നിരന്തരം സുഖിച്ച് ജീവിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തുവാൻ ഇപ്പോൾ ഇന്ത്യയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇത് അവരുടെ കണ്ണ് തുറപ്പിക്കും. കാരണം അവർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി. നമുക്കറിയാം എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനും സിറിയയും അതോടൊപ്പം ലെബനനും അടക്കമുള്ള ഗാസയും അടക്കമുള്ള എല്ലാ ഭീകരവാദ ക്യാമ്പുകളും ആക്രമിക്കുന്ന ആ പട്ടികയിലേക്ക് പാകിസ്ഥാനിലെ ഭീകരവാദികളും ഇനി ഇരയാകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം 1993, 92, 93 ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് മുംബൈ സ്ഫോടനം നമുക്കറിയാമല്ലോ. ആ സ്ഫോടനം ആസൂത്രണം ചെയ്തയാൾ ആരാണ്? അത് നടപ്പാക്കിയ ആളാരാണ്? അത് ദാവൂദ് ഇബ്രാഹിമും അദ്ദേഹത്തിൻ്റെ ഡി കമ്പനിയുമാണ്. ഈ ദാവൂദ് ഇബ്രാഹിമും ഡി കമ്പനിയും ഇന്ന് സുരക്ഷിതമായിട്ട് കഴിയുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇവിടുത്തെ പല സംഘടനകളിലൂടെ, നിരോധിത സംഘടനകളിലൂടെ അവർ ഇന്ത്യയിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നു, വലിയ വലിയ ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവർ ഇപ്പോഴും സുരക്ഷിതരായിട്ട് ഒളിച്ചു കഴിയുന്നത് പാകിസ്ഥാനിലാണ്. ഈ ദാവൂദ് ഇബ്രാഹിം പല കാലങ്ങളിലും കീഴടങ്ങാം, ഞാൻ വരാം, എൻ്റെ ജീവന് ആപത്തൊന്നും ഉണ്ടാകരുത് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട്, പ്രത്യേകിച്ചും വാജ്പേയി ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ ദാവൂദ് ഇബ്രാഹിം കീഴടങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മൾ ആ കാര്യത്തിൽ ഉറപ്പൊന്നും കൊടുത്തില്ല. കാരണം അയാൾ നിരവധി ഇതുപോലെയുള്ള ഈ സ്ഫോടനങ്ങൾ നടത്തി നിരവധി മനുഷ്യരെ, നൂറുകണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അയാൾക്ക് കോടതി നാളെ വിചാരണ നടത്തി എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അത് ഒരിക്കലും ലെജിസ്ലേച്ചറിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ പരിധിയിൽ വരുന്ന കാര്യമല്ലല്ലോ, ജുഡീഷ്യറി തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് ഒരിക്കലും ജുഡീഷ്യറിയുടെ അധികാര പരിധിക്കുള്ളിൽ കൈകടത്താൻ നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ് അടക്കമുള്ളവർ തയ്യാറല്ല. അവർ തയ്യാറാകുകയുമില്ല. അതുകൊണ്ട് ആണ് ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ഇന്ത്യയിലെത്തി കീഴടങ്ങാതെ അവിടെ തുടരുന്നത്. അവിടെ രഹസ്യമായിട്ട്, അവിടെ അയാൾക്കറിയാം അയാളുടെ ജീവൻ ആപത്തുണ്ട്, ഏത് നിമിഷവും അജ്ഞാതനെത്തും എന്ന് പേടിച്ച് കഴിയുകയാണ് അവിടെ. പലപ്പോഴും അയാൾ കീഴടങ്ങാൻ തയ്യാറായതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായ ഒരു സത്യം, കൃത്യമായിട്ടും ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന, ഇന്ത്യക്ക് വലിയ ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, നിരന്തരം ഭീകരരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരുന്ന ഒരു കേന്ദ്രം, അത് കല്ലിന്മേൽ കല്ലില്ലാതെ അടിവേരിളക്കി അടിത്തറ മാന്തിയെടുത്ത് അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മണ്ണോട് മണ്ണായി അവിടെ ഉയർന്നു നിന്ന കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത് മണ്ണോട് മണ്ണായിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെ ഇതിനെ കാണണം. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു കേന്ദ്രത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ നിരവധി മറ്റ് 8 കേന്ദ്രങ്ങൾ കൂടെയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഈ പറയുന്നത് പോലെ മുസാഫറാബാദിൽ തന്നെയുള്ള 2 കേന്ദ്രങ്ങളുണ്ട്. അത് ആക്രമിച്ചു, അത് നശിപ്പിച്ചു. അങ്ങനെ നിരവധി കേന്ദ്രങ്ങൾ, വളരെ തന്ത്രപ്രധാനമായ ഭീകരപരിശീലന കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ നേട്ടം. നമ്മൾ സാധാരണ ഈ ഉറിയിലും അല്ലെങ്കിൽ ബലാക്കോട്ടിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ ഈ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ചില ക്യാമ്പുകളാണ് നമ്മൾ നശിപ്പിച്ചത്. ആ ക്യാമ്പുകൾ നമ്മൾ നശിപ്പിച്ചാലും അവിടെ വീണ്ടും അവർ വന്ന് തമ്പടിക്കുകയും താൽക്കാലികമായിട്ട് ക്യാമ്പുകൾ ഉണ്ടാക്കുകയും പരിശീലനം തുടരുകയും ചെയ്യും. അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ക്യാമ്പ് നമ്മൾ നശിപ്പിച്ചു, ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ കഴിയുമ്പോൾ വീണ്ടും അവിടെ ഒരു ക്യാമ്പ് ആരംഭിക്കും അവർ. അങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അവരുടെ രാജ്യത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർ സ്ഥാപിച്ച വലിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന
കേന്ദ്രങ്ങളെയാണ് നമ്മൾ നിസ്സാരമായിട്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാലത്തൊന്നും അവർക്ക് തല ഉയർത്താൻ പറ്റില്ല എന്ന് തീർച്ചയാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് അവർക്കെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ആ നടപടികളുടെ പിന്തുടർച്ച എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ഇതിനെ നമ്മൾ കരുതണം.